പ്രസംഗങ്ങളുടെ പ്രഭുവായ പറഞ്ഞൊരു കാര്യം ഞാൻ കഴിഞ്ഞ ഒരു മെസ്സേജിൽ ഓർമ്മിച്ച്, wherever you cut the scripture, you will see that there it bleeds. അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം ഇതാണ്: വേദപുസ്തകത്തിന്റെ ഏതൊരു ഭാഗം കുറിച്ച് നോക്കിയാൽ അവിടെ നിന്ന് രക്തം വരും. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ സന്ദേശം, വീണ്ടെടുപ്പിന്റെ സന്ദേശം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം, ഇതെല്ലാം എല്ലാ ഭാഗത്തും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാന് അത് മുൻനിർത്തി ഒരു ചെറിയ മെസ്സേജ് എനിക്ക് അത് ഓർക്കുന്നു. അതായത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില് 10 പേരുകൾ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കാണുവാൻ സാധിക്കും. ആദാം മുതൽ നോഹ വരെയുള്ള പേരുകൾ. ആ പേരുകളുടെ അർത്ഥം ഒന്നിച്ച് ചേർത്ത് വായിച്ചാൽ അവിടെ ഒരു നല്ല ആത്മീയ ആശയം, വീണ്ടെടുപ്പിന്റെ സന്ദേശം അവിടെ കാണാൻ ഞാനത് സൂചിപ്പിച്ചിട്ട് അതുപോലുള്ള മറ്റു വിഷയത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം ആദാം എന്ന വാക്കിന്റെ അർത്ഥം നോക്കണം. മനുഷ്യൻ എന്നാണ്. രണ്ടാമത്തെ ആള് സേത്ത് എന്ന് പറഞ്ഞാൽ നിയമിക്കപ്പെട്ടു. മൂന്നാമത്തെ ആള് ഏനോസ്, സബ്ജക്റ്റഡ് ടു ഡെത്ത്, മരണത്തിന് വിധേയനായവൻ എന്നാണ് എന്റെ ആശയം. പിന്നീട് കാണുന്ന കേനോൻ, ഫിൽഡ് വിത്ത് സോറോ, ദുഃഖമുള്ളനായി തീർന്നു. അഞ്ചാമത്തേത് മഹലീൽ. മഹലീൽ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പ്രൈസ് ടു ഗോഡ്, ദൈവത്തിന് മഹത്വമാകട്ടെ. ആറാമത്തേത് യാരം. അതിന്റെ അർത്ഥം somebody came down, ഒരുവൻ താഴേക്ക് ഇറങ്ങുന്നു എന്നാണ്. ഏഴാമത്തേത് സ്ഥാനം, അതായത് അനുസരണം പഠിച്ചു. എട്ടാമത്തേത് മെതുസലേം. മെതുസലേം എന്ന വാക്കിന്റെ അർത്ഥം പേരിന്റെ അർത്ഥം നമുക്ക് അറിയാം. ഇറ്റ് ഹാപ്പൻഡ് അറ്റ് ഹിസ് ഡെത്ത്, അവന്റെ മരണത്തിൽ അത് സംഭവിച്ചു. ഒന്നാമത്തേത് ലാമക്, ബ്രോഡ് ടു ദ പൂർ, എളിയവർക്ക് കൊണ്ടുവന്നു എന്നാണ് അതിന്റെ അർത്ഥം. നോവ എന്ന് പറഞ്ഞ വിശ്രമം. ഈ പേരുകളെ കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ മരണത്തിന് വിധേയനായ മനുഷ്യൻ ദുഃഖപൂർണ്ണനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരാൾ താഴേക്ക് ഇറങ്ങി വന്നു, അനുസരണം പഠിച്ചു, തന്റെ മരണത്താൽ എളിയവർക്ക് വിശ്രാമം കൊണ്ടുവന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള കാര്യമാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. കർത്താവ് അധ്വാനിക്കുന്നവരും പാലിച്ചു വെക്കുന്നവരുമാരുടെ അടുത്ത് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ വിശ്രമം എന്നാണ് ഇംഗ്ലീഷില് വിശ്രമം തരുക. അപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് കൊണ്ടുള്ള രക്ഷയെ കുറിച്ച് ആദ്യത്തെ പേരുകളില് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇന്ന് മറ്റൊരു വിഷയം ആ ബന്ധത്തില് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിലേക്ക് ഉള്ള ചില മറ്റു ചില പേരുകളെ കുറിച്ച് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്രകാരമാണ്: ബി വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ബി എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന ചില വാക്കുകൾ. ആ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിന്റെ ആശയം മനസ്സിലാക്കുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അതിലേക്ക് കാരണം മാത്രമേ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമത്തെ ബി വേർഡ് എന്ന് പറയുന്നത് ബെഥേൽ എന്നാണ് നമുക്കറിയാം. അത് നമ്മള് ഉൽപ്പത്തി പുസ്തകം 20:19 കാണുന്നു. ബെഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരം എന്നാണ്. രണ്ടാമത്തേത് ബെഥലി. ബെഥലി എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഡേറ്റ്സ്. ഇവിടുത്തെ പേര് ബെഥലി എന്നാണല്ലോ, ഹൗസ് ഓഫ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം.
അത്തിപ്പഴത്തിന്റെ വീട് എന്നാണ്. അതെല്ലാം ഹൗസ് ഓഫ് ഗോഡ്, ഹൗസ് ഓഫ് ഡേയ്സ്. മൂന്നാമത്തേത് ബെത്പാര. ബെത്പാര എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് പാസേജ്, കടന്നു പോകുന്ന വീട് എന്നാണ്. നാലാമത്തേത് ബെതസ്ത, നമുക്കറിയാവുന്ന വീടാണ്. ഹൗസ് ഓഫ് മെഴ്സി, യോഹന്നാൻ അച്ഛന്റെ അടുത്ത് നമ്മൾ കാണും. ഹൗസ് ഓഫ് പാസേജ് മർക്കോസിന്റെ സുവിശേഷം 11:1. പിന്നീട് അഞ്ചാമത്തെ വാക്ക് ബേത്ലഹേം, അത് നമുക്കറിയാവുന്നതാണ്. ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ ഭവനം എന്നാണ് ബേത്ലഹേം എന്നുള്ള വാക്കിന്റെ അർത്ഥം. രൂത്തിന്റെ പുസ്തകം 1:1 കാണുന്നു. ആറാമത്തേത് ബെത്ബാര, ഹൗസ് ഓഫ് സ്വീറ്റ് വാട്ടർ, മധുരിക്കുന്ന വെള്ളം കിട്ടുന്ന സ്ഥലം എന്നാണ് അതിന്റെ വീട്. നമ്പേഴ്സ് സദൃശവാക്യങ്ങൾ 32-36 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ബെത്സൈല, ഹൗസ് ഓഫ് ഫിഷിംഗ്, മത്സ്യം പിടിക്കുന്ന വീട് എന്നാണ്. യോഹന്നാൻ 1:44. ഇതെല്ലാം ഹൗസ് എന്ന് അർത്ഥം വരുന്ന വാക്കുകളാണ്. ബെഥേൽ ഞാൻ പറഞ്ഞു, ഹൗസ് ഓഫ് ഗോഡ്. ബെഥേൽ ഹൗസ് ഓഫ് ഡേറ്റ്സ്. ബെത്പാര ഹൗസ് ഓഫ് പാസേജ്. ബെതസ്ത ഹൗസ് ഓഫ് മെഴ്സി. ബെത്ലഹേം house of bread. Bethbara, house of sweet water. Bethsaida, house of fishing. അത് കഴിഞ്ഞിട്ട് ബേർസേബ, ഇനി വരുന്നത് കിണറുകൾ എന്നാണ്. ഇവരുടെ വീടും വീടെന്ന് കണ്ടു, കിണറുകൾ. ബേർസേബ എന്ന വാക്കിന്റെ അർത്ഥം 7 wells or 7th well, 7 കിണറുകൾ അല്ലെങ്കിൽ 7ാമത്തെ കിണർ. പിന്നീട് അത് 31 കാണാൻ സാധിക്കും. അടുത്തത് ബേർ ലഹരി, ലഹായി റോയ്, ബേർ ലഹായി റോയ്. The well of him that liveth his feet, എന്നെ കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്നവരുടെ കിണറാണ് രാശി. ഉൽപ്പത്തി 20:11. 10ാമത്തത് ബേർ എലി, അത് നമുക്കറിയാം. well of heroes, വീരന്മാരുടെ കിണർ. അപ്പൊ ഇങ്ങനെ ബി വെച്ചുള്ള വാക്കുകളെയാണ് ഞാൻ ഇപ്പോഴത്തെ കാണിച്ചത്. ഇതിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ആശയങ്ങളുണ്ട്. അത് ഒരെണ്ണം മാത്രം ഇന്ന് എന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബെഥേലിൽ അനേക വീടുകളുടെ പേരുണ്ട്. എന്താണ് ബെഥേലിന്റെ വാക്ക്? ബെഥേലിന്റെ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരം എന്നാണ്. അത് നമ്മള് ഉൽപ്പത്തി പുസ്തകം 28:19 നമുക്ക് വായിക്കാൻ കഴിയും. എന്ന് വായിച്ചിരിക്കട്ടെ. ഉൽപ്പത്തി 28:19. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേര് വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് യേശാവിനെ കളിപ്പിച്ചതിന് ശേഷം ഓടിപ്പോകുമ്പോൾ ദൈവം അവനോട് ഇടപെടുന്ന ഒരു സ്ഥലമാണ് അവിടെ. ആ സ്ഥലത്തിന് കൊടുത്ത പേരാണ് അവിടെ നമ്മൾ ബെഥേൽ എന്ന് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ബെഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരം. അങ്ങനെ ആ ബെഥേലുണ്ടായി. ഈ ദൈവത്തിന്റെ മന്ദിരത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ എന്ന് പറയുന്നു. അതാണ് ഇതിന്റെ പ്രസംഗം. ദൈവത്തിന്റെ മന്ദിരം എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തില് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കണമെങ്കിൽ 1 കൊരിന്ത്യർ 3:11 വരണം. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. 1 കൊരിന്ത്യർ 3:11. 16 തോന്നുന്നു. 1-3-16. അവിടെ കൊരിന്ത്യർക്കെതിരെ നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ്. അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയിച്ചില്ലയോ? പഴയ നിയമത്തില് നമ്മുടെ ബെഥേൽ എന്ന വാക്ക് ദൈവത്തിന്റെ മന്ദിരം, അതിനെക്കുറിച്ചാണ് യാക്കോബ് പറഞ്ഞ കാര്യങ്ങളാണ്.
പുതിയത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? വിശ്വാസങ്ങളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നിങ്ങളിൽ ഇന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അറിയുന്നില്ലയോ? പിന്നെ അടുത്തത്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങൾ അറിയുന്നു. ഈ വിശുദ്ധയെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങള് ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ മന്ദിരത്തെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കുള്ള ഒരു പ്രബോധനമാണ് അവിടെ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ശരീരമാണ്. ദൈവം നമുക്ക് നീക്കുന്ന വീടാണ്. ബഥേല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരം. പദം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ഈ ഭാഗം ഞാൻ വായിച്ചു വന്നപ്പോൾ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ഒരുപാട് പേര് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ആരെ കുറ്റം പറയുന്നത്, നമ്മളിലൊക്കെയും ദൈവത്തിന് മന്ദിരമാക്കുന്ന നമ്മുടെ ഭവനത്തെ തന്നെ നമ്മൾ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്ന? ദൈവത്തിന് മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവം നമ്മെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? പെട്ടെന്ന് സൂചിപ്പിച്ച് പറയാം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് ദൈവം നമ്മെ എടുത്തു. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യന് പേരിട്ട് ഒരുപിടി മണ്ണേ ഉള്ളത്. ആ മണ്ണിനകത്ത് ദൈവം നമുക്കിപ്പോൾ രൂപം തന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട രൂപമാണ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും 2 കാലുണ്ട്, 2 കൈയുണ്ട്, 2 ചെവിയുണ്ട്, ഇതെല്ലാം ഉണ്ട്, 2 കണ്ണുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ചിരിച്ചുകൂടി തപസ് നോക്കി. 2 കാലിന് പകരം 1 കാലേ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 1 കാലിന് എന്തെങ്കിലും പ്രയാസം നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്റെ കാര്യം ചിന്തിച്ച്, ദൈവം എനിക്ക് 2 ചെവി തന്നു. 1 ചെവി പൊട്ടി ഇപ്പൊ കേൾവിയില്ല. അപ്പം 1 ചെവി ഉണ്ടായിരുന്നുള്ളതെങ്കിൽ 1 കേൾക്കാൻ വേറൊന്നില്ല. അപ്പം ദൈവം നമ്മെ അത്ഭുതകരമായ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നാം ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ 2 കണ്ണ്, 1 കണ്ണെന്തെങ്കിലും പ്രശ്നം വന്നാൽ മറ്റേ കണ്ണോട് നമുക്ക് കാണാം. ആ നിലയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു, നമുക്ക് 1 മൂക്കുള്ളൂ, പക്ഷെ ആ 1 മൂക്കിന് ദൈവം 2 ദ്വാരം, എന്തിനാ ഈ 2 ദ്വാരം കൊടുത്തിരിക്കുന്നത്? ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അപ്പൊ ആ ശ്വാസം മുട്ട് മൂക്കടഞ്ഞാൽ വരും, മറ്റേ മൂക്കിലൂടെ നമുക്ക് ശ്വാസം വിടാൻ സാധിക്കും. അപ്പൊ ദൈവം ഇങ്ങനെ എത്ര അത്ഭുതമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്നെടുത്തു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ശ്വാസം നമ്മളിൽ ഊതി. അപ്പോൾ ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്നാണ് നമുക്ക് ജീവൻ കിട്ടിയത്. അപ്പോൾ മണ്ണ് ജീവനുള്ളതായി തീർന്നു. മാത്രമല്ല, നമ്മൾ ഏത് പുസ്തകത്തിൽ വായിക്കുന്നത് ശ്വാസത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് കിട്ടി. അപ്പോൾ നമുക്ക് ദൈവം ഒരു ശ്വാസം നമുക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ശ്വാസത്തിൽ ജീവൻ കിട്ടി, ആത്മാവ് കിട്ടി. അപ്പോൾ നമുക്ക് ശരീരമുണ്ട്, നമുക്കൊരു ജീവനുണ്ട്, ആത്മാവുമുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കൂടെ ദൈവം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഇല്ല, ദൈവത്തിന്റെ മക്കൾക്ക് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ഒരു 4 ഘടകങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അവന്റെ ശരീരം, അവന്റെ ആത്മാവ്, അവന്റെ ജീവൻ, മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇത് നമ്മളെ കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് മറ്റൊരു വാക്യം വായിക്കുമ്പോൾ സാധിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഒന്ന് തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യമാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുവാനാകട്ടെ. അവിടെ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണനും, ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുവാനാകട്ടെ. അവിടെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യുവർ സോൾ, യുവർ സ്പിരിറ്റ് ആൻഡ് നിങ്ങളുടെ ആത്മാവ്, പ്രാണന്റെ ദേഹം, ഇത് ദൈവത്തിന്റെ ആത്മാവ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം, നമ്മുടെ ആത്മാവ് നമ്മിലുണ്ട്, അത് ദൈവം തന്നിട്ടുള്ളതാണ്. അത് ആത്മാവ് സന്തോഷമായിരിക്കുന്നതുകൊണ്ടും സൂക്ഷിക്കണം. എന്നാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാറില്ല. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവമക്കൾ അഭിമാനിക്കുന്ന പലരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ മദ്യപാനം ചെയ്യുന്നവരാണ്, ഒളിച്ചാണ് മദ്യപാനം ചെയ്യുന്നത്. എനിക്ക് 2-3 കേസ് അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനും എന്റെ ഭാര്യയോട് ഒരു പ്രാവശ്യം അമേരിക്ക, കേരള പ്രദേശങ്ങളിൽ പിള്ളേരുണ്ട്, അതുകൊണ്ട് അവരെ കൊടാൻ പോയി. അമേരിക്കയിൽ വെച്ച് അവിടുത്തെ സഹോദരന്മാർ പറഞ്ഞു, ഒരു സഹോദരൻ പലപ്പോഴും വചനശുശ്രൂഷ ചെയ്യാറുണ്ട്. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു, ഒരു സഹോദരൻ വചനശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോയി മദ്യം സേവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഹാബിറ്റ് പഠിച്ചിരിക്കുന്നതാണ്. പലരും അദ്ദേഹത്തോട് അഡ്വൈസ് ചെയ്തു. ചെറുപ്പക്കാരനായ സഹോദരനാണ്. ഈ മദ്യം എന്ന് പറയുന്നത് ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ദൈവകനാണ്, ദൈവത്തിന്റെ ആത്മാവിനെ വസിക്കുന്നുവെന്ന് അഭിമാനിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന വ്യക്തി മദ്യം കഴിക്കുന്നെങ്കിൽ ദൈവത്തിന് ചെയ്യാനുള്ളത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. ഞാനോടൊപ്പം തന്നെ നമ്മുടെ സങ്കടത്തോട് പറയുന്നത്, ചെറുപ്പക്കാരൻ 4 മക്കളും ഉണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നു മരിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞാൽ അവർ വിഷമമാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്ന സഹോദരൻ ദൈവത്തിന്റെ മന്ദിരം നശിക്കത്തക്ക നിലയിൽ മദ്യപാനം ചെയ്തുകൊണ്ട് ദൈവത്തിൽ സൂക്ഷിച്ച ദൈവത്തിൽ സഹിക്കും. അപ്പൊ അവിടെ പ്രാവർത്തികമായി ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. എനിക്ക് മറ്റൊരു കൂടെ ഇല്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ തിരുവനന്തപുരത്തെ പേരൂർക്കട അസംബ്ലിയിലായിരുന്നു. പേരൂർക്കട അസംബ്ലിയില് ഞാൻ പോയിക്കൊണ്ടിരുന്നു, സൂക്ഷിക്കാറുണ്ട്. അങ്ങനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് നല്ല പരിചയമുള്ള ഒരു സഹോദരി എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, സാറ് സമയം കിട്ടുമ്പോഴേ എന്റെ വീട്ടിൽ ഒന്ന് വരണം. അത് എന്റെ ഭർത്താവ് അച്ചാക്കാത്ത വിളിക്കുന്നത്, അച്ചാക്കിനെ ഇല്ലാത്ത ഞാൻ സാറിനെ വിളിച്ച് പറയാം, സാറ് വരണം. സാറ് വരുന്ന കാര്യം നേരെ ആരും അറിയട്ടെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഞാൻ ആ സഹോദരി എന്നെ വിളിച്ച ദിവസം തന്നെ ചെന്നു. അതിപ്പോ സഹോദരി മാത്രമേ ഉള്ളൂ, തൊട്ടാലും അവരില്ല. ഭർത്താവ് ഉടനോട് പോയിരിക്കുകയാണ്. അപ്പൊ സാറെ ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ വിളിച്ചത്. ഞാൻ ചോദിച്ചു, പറഞ്ഞാട്ടെ. എന്റെ ഭർത്താവ് എല്ലാ ഞായറാഴ്ചയും ആരാധിക്കും. എല്ലാ ഞായറാഴ്ചയും കർത്താവിന് മേശയിൽ നിന്ന് അപ്പവും പരോട്ടും. പക്ഷേ ശമ്പളം കിട്ടി വരുമ്പോൾ ശമ്പളത്തിന്റെ അവിടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കുപ്പിയോടെ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റ് ആരും കാണാതെ എനിക്ക് മാത്രമേ സാറിന് കാര്യം ഞങ്ങൾ അച്ഛനോട് പറയണം. ദൈവത്തെ ദൈവത്തിന് ഇഷ്ടമുള്ളതല്ലേ. ഞാൻ പറഞ്ഞു, ഈ സഹോദരനോട് ഞാനിത് പറയുമ്പോൾ സഹോദരൻ ചോദിക്കുകയില്ല എന്നോട്, നിങ്ങളോട് ഈ കാര്യം ആര് പറഞ്ഞു? കാര്യം ഇയാൾ വളരെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനിരിക്കാനിപ്പോ ഭാര്യ പറഞ്ഞു, ഭാര്യയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞ സഹോദരൻ എന്നോട് വഴക്കൂട്ടുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരി, എനിക്ക് പറയാനിരിക്കില്ല. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.
കാരണം ഭാര്യയാണ് എന്നോട് പറഞ്ഞത് നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വലിയ പ്രശ്നം ഉണ്ടാക്കും. പറയുകയില്ല, സഹോദരനോട് പറഞ്ഞതെന്താ ഞാൻ ജനത്തോട് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ വ്യത്യാസപ്പെട്ടു. നേരത്തെ പറഞ്ഞത് തന്നെ ചെറുപ്പക്കാരനായ സഹോദരന് ഒരു ദിവസം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വരും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് അല്ലേ? പതിപ്രകാരം അല്ലെങ്കിൽ ചികിത്സിക്കൂ ഒരു സമരം എല്ലാവരും സങ്കടപ്പെട്ടു. പക്ഷേ ആ സഹോദരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മക്കളെല്ലാം കല്യാണം കഴിച്ചു, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷെ അവർക്കറിയാം ഇതാണ് കാരണം. അപ്പോൾ ദൈവത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ വളരെ ക്രമീകരണ മദ്യം കലർന്ന് യാതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മദ്യപാനികൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകത്തില്ല. അധികം കുടിക്കുന്ന കുറച്ച് കുടിക്കുന്നു എന്നുള്ളത് അത് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധം. നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ഭക്ഷണം നമ്മൾ സൂക്ഷിക്കണം. ഞാൻ എന്റെ വീട്ടിലൊരു കാര്യം പറയാം. എന്റെ അപ്പച്ചൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥനായി. മദ്യം ധാരാളം കഴിക്കുമായിരുന്നു. മദ്യം ധാരാളം കഴിച്ച് വീട്ടിൽ നിന്ന് അമ്മച്ചിനായിട്ട് വഴക്കൊടുക്കുണ്ടായി. ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ അനുഭവം ഉണ്ടായി. എനിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവൻ ക്യാൻസർ രോഗം വന്നു. എന്റെ ഭാഗത്ത് നിന്നാണ് എന്നെ വെല്ലുവിളി കൊണ്ടുപോയി ചികിത്സിക്കാൻ മരിച്ചു. എന്നാലും മരിക്കുന്നതിന് മുമ്പേ ഞാൻ നേരത്തെ രക്ഷിക്കപ്പെട്ടാണ്. ഞങ്ങൾ വാർത്തോള കുടുംബത്തിലായിരുന്നു. ഞാനെന്നാ നേരത്തെ രക്ഷിക്കപ്പെട്ടതാണ്. എന്റെ വീട്ടില് എന്റെ അപ്പച്ചനും എന്റെ രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്നതായിരുന്നു. വീട്ടിലാരും അറിയാതെ രാത്രി 1 മണിക്കൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു പാവപ്പെട്ട മരമുണ്ട്. എന്റെ മരത്തിന് മുമ്പിൽ നിന്ന് മുട്ടുകുത്തിയോട് പ്രാർത്ഥിക്കത്തായി എനിക്ക് ആഗ്രഹം ജീവിതത്തിലുള്ള എന്റെ പിതാവ് രക്ഷിക്കപ്പെട്ടു. എന്റെ സഹോദരൻ ക്യാൻസറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അവന് മരിച്ചിട്ട് രക്ഷിക്കപ്പെട്ടു. കർത്താവ് പ്രാർത്ഥന കേട്ടു. എന്റെ ഇടയ സഹോദരന് അവൻ മരിക്കുന്നതിനൊക്കെ രക്ഷിക്കപ്പെട്ടു. അവൻ രോഗിയായിട്ട് വെല്ലൂരിൽ കൊണ്ടുപോയി ചികിത്സയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇത് ബോഡി ക്യാൻസർ ആയതുകൊണ്ട് രക്ഷപ്പെടാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ നമുക്ക് അവന് ചെയ്യാവുന്ന ചികിത്സ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വീട്ടപ്പസിനാ കൊണ്ടുപോയി. അവിടെ എന്റെ പിതാവ് കൊണ്ടുപോയത് അവനവിടെ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഞങ്ങളാരും പറഞ്ഞാൽ വിശ്വസിച്ച് സഹോദരിയുള്ളൂ. സഹോദരി 2 ദിവസം ഞങ്ങളോട് താമസിച്ച് രോഗികളായി കിടക്കുന്ന വീടുകളിൽ പോയി അവരെ കണ്ട് ആ വ്യക്തിയെ കണ്ട് വ്യക്തിപരമായ സുവിശേഷം അവനോട് സുവിശേഷം പറഞ്ഞു. അവനെ രക്ഷയുടെ കുറെ കഴിഞ്ഞ് ഒരു മരിച്ചുപോയി. അപ്പച്ചൊരു മഹാത്മം ഇങ്ങനെ ഇതൊക്കെയായി കുറച്ചേക്ക് മദ്യം കഴിച്ചില്ല, പിന്നെ കഴിക്കാൻ വീട്ടിൽ വിഷമമായി ഒരിക്കലും സങ്കടമായി. പിന്നെ ഞാൻ ഈ മരത്തിന്റെ മുട്ടിപ്പോയി ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്ന 2 കാര്യം. ഒന്ന്, അനുജൻ രക്ഷിക്കപ്പെട്ടു മരിച്ചു. അപ്പച്ചന് രക്ഷിക്കപ്പെടുന്നതിന്റെ ആഗ്രഹം ദൈവ പ്രാർത്ഥന കേട്ടു. ഒരു ദിവസം എന്റെ അനുജനോട് സുവിശേഷം പറഞ്ഞ സ്ഥിതി പിന്നെയും വന്നു. വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടില് അമ്മ അപ്പച്ചനോട് ഉണ്ടായിരുന്നു. അപ്പച്ചന് ജോലിക്ക് പോകാനിരിക്കുകയാണ്. ജോലിക്കൊണ്ടിരുന്ന കാലമാണ്. 50 വയസ്സിൽ അപ്പൊ അപ്പച്ചനോട് അവര് സുവിശേഷം പറഞ്ഞു. അപ്പച്ചന് ശാന്തമായിട്ട് കേട്ട് കരച്ചിലോടുകൂടെ എന്റെ അപ്പച്ചനെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം അവിടെ വെച്ച് എന്റെ സ്ത്രീയുടെ അടുത്ത് വെച്ചത് ഭക്തിമാരിയാണ്. ഞാൻ എന്റെ പ്രതിപാദം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മദ്യം കഴിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം സന്തോഷമായി. ഇടത്താല് ഒത്തിരി മദ്യം കഴിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അന്ന് തീരുമാനമെടുത്ത അന്ന് തന്നെ അപ്പത്തിലൊരു ചാരായ ഷാപ്പിൽ പോകേണ്ടി ഒന്ന് കടക്ക് നോക്കാൻ ഓഫീസർമാർക്ക് ചിലപ്പോൾ ചാരായ ഷാപ്പിലൊക്കെ കടക്ക് നോക്കാൻ പോകും. അവിടെ ചെന്നു സാധാരണ ചാരായ ഷാപ്പില് ഇവരൊക്കെ ചെല്ലുമ്പോൾ ആ ഷാപ്പ് ഉടമ അവരെ സ്വീകരിക്കുന്നതിനുള്ള ചാരായം കൊടുത്താണ്. അപ്പച്ചനവിടെ ചെന്ന് അവരിരുന്നപ്പോൾ അവര് ചാരായം കൊണ്ടു. സാരായ ഉടനെ പറഞ്ഞ് ചാരായൊക്കെ മാറ്റണം.
ഞാൻ ഇരിക്കുന്ന കാലം വരെ ഇവിടെ വരും. ഔദ്യോഗികതകളെടുത്താണ് വരുന്നത്. പക്ഷേ ഞാൻ ഈ ചാരായത്തോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഗ്ലാസ് ചായ കൊണ്ടത് അദ്ദേഹത്തിന് വലിയ അത്ഭുതമാണ്. പാഠശാല ചായ ഞങ്ങൾക്ക് ചായ വാങ്ങിച്ചുകൊണ്ട് ചായ വാങ്ങിച്ചു കുടിച്ചു. ഇത് വലിയ ന്യൂസായി. അപ്പൊ ഇതിന്റെ കൂട്ടുകാരി പറഞ്ഞു വിളിക്കാൻ. അവർ പറഞ്ഞു വർഗീസ് തന്നെ അപ്പത്തിന്റെ പേര്. വർഗീസ് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് അറിയണം. അതുകൊണ്ട് നമുക്ക് എല്ലാവരും വീട്ടിലേക്ക് പോകാം. അന്ന് വൈകാറായപ്പോഴത്തേക്ക് അറിയാൻ അതിന്റെ കൂടെ ചെയ്യുന്ന ഞാനുണ്ടായിരുന്നു, അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ ആ ചാരായ ഷാപ്പിൽ പോയിട്ട് ആണെങ്കിൽ ഒന്ന് ഇരിക്കുകയാണ് വീട്ടിൽ. അപ്പൊ അവരൊന്ന് പറയും, പാകിസ്ഥാനെ ഞങ്ങളെ ന്യൂസ് കേട്ടല്ലോ, ഇന്ന് എന്റെ ന്യൂസിലാക്കിയിട്ട് ഞങ്ങൾ ചാരായ ഷാപ്പിൽ ചെന്നപ്പോ ചാരായ വർഗീസാണ് എത്ര ചാരായ കൊടുത്താലും തികയാത്ത വർഗീസാണ് ഇന്ന് ഇവിടെ വന്നു ജോലിയൊക്കെ തീർത്തു. പത്തപ്പത്തന്നെ ഞങ്ങൾ ചാരായോട് കൊടുക്കും. ചാരായ കുടിക്കുന്ന മറ്റിക്ക് ഈ ചായ ഉണ്ടാക്കും. ചായ വാങ്ങിച്ചു. ചോദിച്ചു ഞാനോട് ഇരിക്കുമ്പോഴാണ് വർഗീസാണെന്ന് ചാരായ ഷാപ്പിൽ ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് ഒരിക്കലും ചാരായ കുടിക്കരുത്. അപ്പച്ചനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കർത്താവായ തന്റെ ശരീരം കർത്താവിന്റെ ശരീരമാണ്. ആ ശരീരത്തെ താൻ നശിപ്പിക്കുന്ന ഒരു കാര്യം ചാരായൊക്കെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരുപാട് പേര് ചാരായ കുടിച്ചാവുന്നുണ്ട്. ചാരായത്തോട് യാത്ര ശേഷം ഒരിക്കൽ ചാരായം തുടങ്ങും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതമായി നമ്മൾ സ്വീകരിച്ചെങ്കിൽ നമ്മുടെ ശരീരത്തെ എത്രമാത്രം വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുമോ അത്രമാത്രം വിശുദ്ധമായിട്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അധികം പറയാൻ സമയം നമ്മുടെ നിർത്തിയാണ്. അതുകൊണ്ട് നമ്മളതിന് ഓർമ്മ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നാളെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്, ബethേലാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നുണ്ടോ നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. വിശുദ്ധമായ ഒരു ശരീരമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ. ഞാൻ ബഥേൽ എന്നുള്ള കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, സമയമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മോട് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളോട് പ്രിയപ്പെട്ട എല്ലാവരോടും പറയണം. ദൈവത്തിന് മക്കളായി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൽ നാശം വരുത്തുന്ന ദോഷം വരുത്തുന്ന സംഭവിക്കുന്നു. ഞാൻ ബഥേൽ എന്നുള്ള പെട്ടെന്ന് പറഞ്ഞു കേൾക്കാം. ബഥേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ആദ്യത്തെ ബഥേൽ ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരമാണ്. പിന്നീട് ഹൗസ് ഓഫ് ഡേറ്റ്സ്, മറ്റേത് അത്തിപ്പഴത്തെ കുറിച്ചാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. നമ്മള് ഈ അത്തിപ്പഴത്തിന്റെ പേരിനെ കുറിച്ച് അറിയുമെങ്കിൽ യെശയ്യാ പ്രവചനം യെശയ്യാ പ്രവചനം 38-ാം വാക്യത്തിലേക്ക് വരണം. യെശയ്യാ പ്രവചനം 38-ാം വാക്യത്തില് അവിടെ ഹിസ്കിയ രാജാവിന്റെ രോഗത്തെ കുറിച്ചാണ്. അദ്ദേഹം മരിക്കാറായി. ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് ആയുസെല്ലാം തീർന്നു, നീ മരിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ ദൈവത്തോടെ പറഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് 15 വയസ്സോട് കൂട്ടിത്തരണം. ദൈവം അവനെ 15 വയസ്സ് കൂട്ടിക്കൊടുക്കുവാൻ തീരുമാനിച്ചു. പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ അവിടെ എഴുതിയിരിക്കുന്ന നിരന്തരം എന്നാൽ അവനെ സ്വർഗം വരേണ്ടതിനായി അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിനുമേൽ പുരട്ടെന്ന് ശിയാവ് പറഞ്ഞിരുന്നു. അങ്ങനെ പ്രവാചകൻ അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അവനെ പരവിൽ കുട്ടി അവനെ സൗഖ്യം ചെയ്തു. അപ്പോൾ ഈ അത്തിപ്പഴം അല്ലെങ്കിൽ അത്തി നമ്മള് ഹൗസ് ഓഫ് ഫിക്സ് ഒന്ന് വായിച്ചു. അത്തിപ്പഴത്തിന്റെ വീട്, അതാണ് ബഥേലിന്നുള്ള. ഇത് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമായിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പല പ്രാവശ്യം. ഞാനത് ഒറ്റ വാക്കുകൾ സമയം അവസാനിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിലെല്ലാം അനുഗ്രഹിക്കുന്ന സന്ദേശങ്ങളുണ്ട്. എനിക്കൊരു സഹോദരി, എന്നെക്കാൾ 8-10 വയസ്സ് പ്രായം പറഞ്ഞൊരു സഹോദരി, അവൾക്ക് ക്യാൻസർ വന്നു. അവളെ കല്യാണം കഴിച്ച് 3 കുഞ്ഞുങ്ങളാണ്. അവൾ ക്യാൻസർ വന്നു. വയറിലാണ് ക്യാൻസർ വന്നത്.
എവിടെല്ലാം കൊണ്ട് ചികിത്സിക്കാമോ അവിടെ എല്ലാം കൊണ്ട് ചികിത്സിച്ചു. അവസാനമായിട്ട് അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള പ്രധാന ഡോക്ടേഴ്സ് കൃഷ്ണൻ നായർ, മറ്റേ ഇപ്പോഴത്തെ ബാഹുലേൻ സാർ, അദ്ദേഹം ഇപ്പോഴും ക്യാൻസർ ബാഹുലേൻ സാർ, അദ്ദേഹം പറഞ്ഞു സർജറി നടത്തി യാതൊരു പ്രയോജനമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കീമോതെറാപ്പി ചെയ്തു, അതും ഒരു പ്രയോജനമൊന്നുമില്ല. എന്തെല്ലാം ചെയ്തിട്ടുണ്ട് കൊടുക്കാം, ശരീരം മുഴുവൻ നീര് വന്നിട്ട് അവിടെ വീർത്തു. അപ്പൊ കൃഷ്ണൻ നായർ ബാഹുലേൻ സാർ ഇവിടെ ഞാൻ AGS ഓഫീസർ, ഓഡിറ്റ് ഓഫീസറാണ്. ഓഡിറ്റ് ഓഫീസറായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ ശമ്പളം വാങ്ങിക്കാനുള്ള ബില്ലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത് ഞാനാണ്. അവിടെ പേ സ്ലിപ്പ് എന്ന് പറയാതെ ശമ്പളം വാങ്ങിക്കാനുള്ള പേ സ്ലിപ്പ് ഒപ്പിട്ട് കൊടുക്കാറ്. അപ്പൊ ഇങ്ങനെ വന്ന് ഡോക്ടേഴ്സിന് എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നോട് വളരെ സ്നേഹിക്കുന്നു. അദ്ദേഹം ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ട് ബാഹുലേൻ സാർ കൃഷ്ണൻ പറഞ്ഞു, സാറിന്റെ സഹോദരി ഞങ്ങളാവുന്നില്ല, കഷ്ടിച്ച് 1-2 ദിവസം കൂടെ ജീവിക്കൂടെ, ശരീരം മുഴുവൻ തീരാൻ മാത്രമല്ല വയറിന്റെ എല്ലാ ഓർഗൻസിലും ക്യാൻസർ. അവരെ വിട്ടുകൊണ്ടു അവളുടെ കരയുകയാണ്, വേദനയാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം വെച്ചാലോ കൊച്ചു 1 വയസ്സ്, ഒന്നിന് 2 വയസ്സുണ്ട്, മറ്റേത് 6 വയസ്സുണ്ട്, മറ്റേ 6 വയസ്സുണ്ട്. അപ്പോൾ ഇവന്റെ സങ്കടം നോക്കി ഞാൻ ഓഫീസിൽ വരികയാണ്. വായിച്ചപ്പോൾ ഈ ഭാഗത്ത് ഞാനിതൊന്ന് വിശ്വസിച്ചു. അത്തിപ്പഴം കൊണ്ടുവന്ന് അവിടെ ആ വയറ്റത്തിൽ പെട്ടാമെങ്കിൽ ഞാൻ അത്തിപ്പഴം ഇവിടെ അന്വേഷിച്ചെടുത്തപ്പോൾ ഒരാള് പറഞ്ഞു അവിടെ അങ്ങാടിക്കട അവിടെ അവരോട് അവിടെ ഉടങ്ങി അത്തിപ്പഴം ഉണ്ടാകുന്നത് കൊണ്ടുവന്നത് പുതുത്ത് അവരോട് പറഞ്ഞു, ഏത് ചികിത്സയാണ് നീ തന്നെ വിശ്വസിക്കണം. അവള് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായ സ്വീകരിച്ചു. അവള് അതങ്ങനെ വിശ്വസിച്ചു. യാതൊരു ചികിത്സയും ഇത് കർത്താവിന്റെ ബന്ധത്തുള്ളതാണ്. ഞാനത് കല്ലേ വെച്ച അദ്ദേഹത്തിനൊക്കെ ഒരു പ്രാർത്ഥിച്ചു. വയറ് മുഴുവൻ നീര് വന്നു, ശരീരം നീര് വന്നു, വെള്ളവും കുടിക്കാതെ അരങ്ങിപ്പിക്കാതെ കിടക്കുന്നതാണ്. നീരൊക്കെ ഒരാഴ്ചയായിട്ട് നീരുണ്ടല്ലോ, ശരീരം പഴുതുകൊണ്ട് വേറെ ഒന്നും ചെയ്തിട്ട് 2-3 പ്രാവശ്യം രക്തം മാത്രം കൊടുക്കാൻ. അത് അവിടെ നല്ലോണം ആഹാരം കഴിക്കാൻ തുടങ്ങി. 1 മാസമായ പഴയ രോഗമുണ്ടായി. അതവർക്ക് 28-29 വയസ്സുണ്ട്. ഇപ്പോൾ 76-75 വയസ്സുള്ളതാണ്. ഒരു കുഴപ്പമില്ല. കുട്ടികളൊക്കെ നടന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷം. അപ്പോൾ ഈ അത്തിപ്പഴം വേദോസിൽ കൊടുത്ത വിശ്വാസത്തെ കാണിക്കുന്നത് എല്ലാത്തിനും ദൈവത്തിന് വചനത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ദൈവത്തിന് വചനത്തിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ആ ദൈവത്തിന് വചനം അവർക്ക് പൂർണ്ണ സൗഖ്യമായി യാതൊരു ചെയ്തു. അത് വിശ്വാസം. അവള് വിശ്വസിച്ചു, ഞാനും വിശ്വസിച്ചു. അവൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പോലെ ഇത്ര മനോഹരമായ വചനം ദൈവത്തിന്റെ വചനമാണ്. ഓരോ ആശയും നമ്മുടെ സംബന്ധിച്ചതാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ശരീരം ദൈവത്തിന്റെ വചനം നശിപ്പിക്കുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പത്യത്തിന്റെ കാര്യം മാത്രം പലതും നമ്മുടെ ശരീരത്തിലുണ്ടാക്കും. ദൈവം നമ്മോട് ദൈവത്തിന്റെ വചനം നശിപ്പിക്കുന്നതിനെ ദൈവത്തിന് രണ്ടാമത്തെ വിശ്വാസത്താണ്. വിശ്വാസത്താണ് പ്രവാചകനെ കൊണ്ട് വരട്ടി വിശ്വസിച്ചു ഒരു സൗഖ്യം എത്ര അർത്ഥമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതം. ദൈവം നമ്മെ വിശ്വാസത്താൽ ജീവിക്കുക, നാം നമ്മെ തന്നെ സൂക്ഷിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വചനപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ കൊടുക്കുക. പ്രകാരം ജീവിച്ച് ദൈവത്തെ ബഹുപ്പെടുത്തി നമുക്കിടയാകട്ടെ. ദൈവത്തിന്റെ നാമം പാടും.
Actually, what you would extend the kind of for. If I had one power of 40,000 for maybe it's my country. So, not how you get from that understand. The regulation is one. I know thinking of a shame of myself. If the environment of power, so I say the machine were approaching the property. I have made that is so much. Leverage the practical act of matter somewhere. I read out the picture. I was not a cycle very from the final building. But the sun is unusually one. The movement of the iron was under I was actually wondering, Chinda wondering, that is stop. That is stop. My relation is not stop. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സന്തോഷം കേട്ട വചനങ്ങളുടെ പേര് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.